ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. അപ്പം ഗ്രാനി 3 തന്നെ കളിക്കാം നമുക്കാദ്യം. അപ്പം ഞാൻ ഓൾറെഡി ഗ്രാനി 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി 3 എന്നിട്ട് ഗ്രാനി 1 കളിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ലോഡിംഗ് ആണ്, വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഗ്രാനി ഒരു എൻഹാൻസ്ഡ് വെർഷനായിട്ട് വന്നെന്ന് കേട്ടത്. അതാണെന്ന് എനിക്കറിയില്ല അല്ലേ. അപ്പം നമുക്ക് സിലിണ്ടറിനെ വേണ്ട, പകരം ഗ്രാനി മാത്രം മതി. ഗ്രാനി മാത്രം ഉണ്ടായിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ കളിക്കാൻ ലോഡിംഗ് ആണ്. അപ്പം ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ നടന്ന് വരികയാണ് മതിലക്കുളത്തിൻ്റെ അവിടെ. ബേസിക്ക് സംശയം എന്താ വെച്ചാൽ ഈ ചെക്കന് ഇതെന്താ പറ്റി? പോയി ഗൈസ്, പോയി. എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് ചെക്കന് പറഞ്ഞപ്പോൾ പോയി. ഞാൻ ചെക്കനായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കളിക്കാം. ഗ്രാനി മാത്രമേ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അത് വന്നിട്ടുണ്ട്. സ്കിപ്പ് ഇൻട്രോ കൊടുക്കാം എന്തായാലും, സ്കിപ്പ് ഇൻട്രോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും അപ്പോൾ നമുക്ക് ട്രെയിൻ എസ്കേപ്പിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോവാം. അതാകുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗൈസ്, ട്രെയിൻ എസ്കേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കൊടുക്കുന്നു. എടുത്ത് നമുക്ക് വേഗം തുറക്കാം. എന്നിട്ട് വേഗം കാത്തിക്കണം, അല്ലെങ്കിൽ ഗ്രാനി വന്നാൽ നമുക്ക് ചെയ്യുന്നു. അപ്പോൾ തുറക്ക് തുറന്ന് ഗായ്സ്, തുറന്ന് ഇപ്പം ഇല്ല, അതൊന്നുമില്ല. ഇനി ഇവിടേക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ റോബോട്ട് ഉണ്ടാവും. അതാകുമ്പോൾ ഗ്രാനി വരുമ്പോൾ അതാണ് ബുദ്ധി. ഗ്രാനി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനത് ഉള്ളിൽ. അപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോകുന്നതായിട്ട് കാണും. ഞാൻ ഉള്ളിൽ കയറിയിട്ട് അപ്പുറത്ത് പോയി നിൽക്കും. അപ്പുറത്ത് പോയി നിൽക്കല്ല, എന്താ പറയുക, ആ ബെല്ലടിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞത് ചെറുപ്പം കേൾക്കാൻ ഗ്രാനി ഞാൻ ഇവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. തിരക്കാണ്. ഫോൺ ഹാങ് ആവുന്നുണ്ട്. ഗ്രാനി അവിടെ കയറിയിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, നേരെ പുറത്തേക്ക് വന്നു ഗൈസ്. അപ്പോഴാണ് ഒരു ആശ്വാസം. ഫോൺ ഹാങ് ആയിട്ട് ഗൈസ് ഒന്നും കളിക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഗ്രാനിക്കല്ലല്ലോ, അപ്പോൾ ഇതുണ്ടാവില്ല.
പിടിക്കുണ്ടാവും നല്ലൊന്ന് ഉള്ളിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്ഥലമൊക്കെ തുറക്കുന്നത്. കാശുണ്ട് പക്ഷെ എടുക്കുന്നില്ല. ഇതിലൊക്കെ ഗ്രാമമുണ്ട്. നമുക്ക് എന്തായാലും മുകളിലത്തെ ഗ്രാനി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലൂടെ കാണാൻ പറ്റില്ല. അതായത് അതിൻ്റെ ഒരു ഗുണമാണ്. ഒരാവശ്യം ഞാൻ ഗ്രാനി 3 ഗ്രാൻഡ് പേനോട് കളിച്ചപ്പോൾ ഗ്രാൻഡ് പേക്ക് അൺലിമിറ്റഡ് ആയിട്ട് മറ്റേതിൽ എന്തിൻ്റെ കീയ കാണുന്നില്ലല്ലോ. പേരെവിടെ? അയ്യോ, ഇതിൻ്റെ കീയാന്നറിയില്ല, പക്ഷെ കീയാന്നറിയാം. ഗ്രാനി അവിടെ അറിയില്ല കേട്ടോ. നേരത്തെ എവിടെയാണ് ഉണ്ടായോ ചാടി എന്തായാലും കത്തണം. അപ്പം സ്പെഷ്യൽ ടെക്നിക്കിലൂടെയാണ് ചാടാറ്. ഇവിടെ ഇതന്നെ ഉണ്ടായിരുന്ന അവിടെ സൈഡിൽ. ഇനിയിപ്പോൾ നമ്മളൊന്നും കൂടി കൂട്ടിയിട്ടും നമുക്കിനി നേരെ ഒന്നും നോക്കണ്ട ഗൈസ്, വലിഞ്ഞാണ് കയറാം. അതായത് അടക്കുഞ്ഞി നേരെ ഇതാണ് ചെയ്യുക, വലിഞ്ഞ് കയറാം. ഗ്രാനി അങ്ങോട്ടൊക്കെ തുറന്ന് വരുന്നുണ്ട്. നമുക്കതൊന്നും വേണ്ടില്ല, നേരെ പോവാം. ചിലപ്പോൾ മിക്കവാറും എന്താ ഈ ഡോട്ട് ഉണ്ടോ നടുവിലത്തെ അതിൻ്റെ അവിടെ നിന്നായിരിക്കും വരാൻ സാധ്യത. പേടിയാണ്. 3 സ്റ്റോൺ എടുത്ത് വെച്ചേക്കാം. ഗ്രാനി ഉണ്ടായിട്ട് എസ്കേപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പ്രാക്ടീസ് മോഡ് ഇട്ട് ചെയ്താൽ മതിയായിരുന്നു ഗൈസ്.